ഹായ് മക്കൾസ്, അറക്കലാണ്. കഴിഞ്ഞ 2 ദിവസം മുമ്പ് SSLCൻ്റെ റിസൾട്ടൊക്കെ വന്നു. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരിക്കും. ഒരുപാട് വിദ്യാർത്ഥികൾക്ക് നല്ല മാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ എൻ്റെ നാട്ടിൽ തന്നെ ഇഷ്ടംപോലെ ഫുൾ A+ ഒക്കെ നേടിയ ഇഷ്ടംപോലെ വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സന്തോഷത്തിൻ്റെ കഥയാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ സംവദിക്കാൻ പോകുന്നത്. ഇത് ഈ വർഷം നടന്ന കഥയല്ല, ഒരു 2 വർഷം മുമ്പ് ഞാൻ ആദ്യമായിട്ട് ക്ലാസ്സൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അന്ന് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു. പേര് റയാൻ എന്നാണ്. അവൻ്റെ ഒരു കഥയാണ്. അവന് എല്ലാവരും പോലെ തന്നെ ആദ്യം മുതലേ നല്ലോണം പഠിച്ച് നല്ല ഉഷാറായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോയൊരു വിദ്യാർത്ഥിയായിരുന്നു. ഇപ്പോൾ എല്ലാവരും പറയുന്നൊരു സ്റ്റോറി ഉണ്ട്. ആദ്യമൊന്നും തീരെ പഠിക്കില്ല, പിന്നെ ഓൺ എക്സാമിനൊന്നും ഭയങ്കര മാർക്ക് കുറവ്, ക്രിസ്മസ് എക്സാമിന് മാർക്ക് കുറവ്, എന്നിട്ട് അവസാനം മോഡൽ എക്സാമിന് കത്തി കയറിയ ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റുന്ന അങ്ങനെയുള്ള സ്റ്റോറി ഒന്നല്ല അവൻ്റെത്. അവൻ ആദ്യം മുതലേ നല്ല ഉഷാറായിട്ട് നല്ല കൂൾ ആൻഡ് കാമായിട്ട് നല്ല അടിപൊളിയായിട്ട് പഠിച്ചു പോയിരുന്നൊരു വിദ്യാർത്ഥിയായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഓണപരീക്ഷയ്ക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നു, ക്രിസ്മസ് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നു, മോഡൽ എക്സാമിന് അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഒടുവിൽ പബ്ലിക് എക്സാമിന് നല്ല മാർക്ക് ഉണ്ടായിരുന്നു. ഫുൾ A+ തന്നെ ആയിരുന്നു അവൻക്കും കിട്ടിയിരുന്നത്. പക്ഷേ ഫുൾ A+ കിട്ടി എന്നുള്ളതല്ല ഇവിടുത്തെ ഹൈലൈറ്റ്. അതിനേക്കാൾ വലിയൊരു ഹൈലൈറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, അന്ന് രാത്രി അവൻ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. ആദ്യം മെസ്സേജ് ഫുൾ A+ ഒക്കെ കിട്ടി. അപ്പോൾ ഞാനും കുറച്ച് എന്ത് ചെയ്തു, അവനെ ടോപ്പാക്കി. ഉഷാർ, അടിപൊളി, നല്ല ഇനിയും മുന്നേറാൻ പറ്റട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ കുറച്ച് കയറ്റി വെച്ചു, പൊക്കി വെച്ചു, ഉഷാറാക്കി, അവനെ സന്തോഷിപ്പിച്ചു വിട്ട്. പിന്നെ പിറ്റേ ദിവസം അവൻ വീണ്ടും മെസ്സേജ് അയച്ചു, സാർ വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ കാര്യം? അപ്പോൾ അത് പിന്നെ പറയാമെന്നൊക്കെ പറഞ്ഞ് പിന്നെ അവൻ കുറച്ചും കൂടി ഹൈപ്പിട്ട് വെച്ചു. ഇത് ഭയങ്കര സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്, എനിക്ക് വളരെ എൻ്റെ ജീവിതത്തിൽ തന്നെ എൻ്റെ മനസ്സിനെ തട്ടി ഉണർത്തിയ കാര്യം എന്നൊക്കെ പറഞ്ഞ് ഓനും കുറേ എന്ത് ചെയ്തിട്ടുണ്ട്, കുറേ ഓവറാക്കി. അപ്പോൾ ഞാനിതെന്താ സംഗതി, എന്താ ഇപ്പോൾ ഇത്രയും വലിയ സംഭവം, ഫുൾ A+ കിട്ടിയിട്ട് അതിനേക്കാൾ വലിയൊരു സംഭവം ഇപ്പോൾ എന്താണെന്ന് ഞാനിങ്ങനെ കുറേ ചിന്തിച്ച്. പിന്നെ അവൻ മെസ്സേജ് അയച്ചു, എൻ്റെ ഉപ്പ എന്നെ ആദ്യമായിട്ട് കെട്ടിപ്പിടിച്ചു, എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഓർമ്മയിൽ ആദ്യമായിട്ടാണ് എൻ്റെ ഉപ്പ എന്നെ ഡയറക്റ്റ് വന്ന് കെട്ടിപ്പിടിക്കുന്നതെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, എന്താ ഇപ്പോൾ ഇതിൻ്റെ സംഗതി, എന്തിനപ്പോൾ ഇങ്ങനെ കെട്ടിപ്പിടിച്ച്? അപ്പോൾ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, അവനക്ക് ഫുൾ A+ കിട്ടിയപ്പോൾ അതിൻ്റെ സന്തോഷത്തിൽ അവൻ്റെ ഉപ്പ വന്നിട്ട് എന്ത് ചെയ്താണ്, അവനെ കെട്ടിപ്പിടിച്ചതാണ്. എന്നിട്ട് അവൻ അതിനോട് കൂടി ആഡ് ചെയ്തൊരു പോയിന്റ് ഉണ്ട്. അതായത് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഉപ്പ എങ്ങനെ, ഞാനും ഉപ്പയും വല്ലാണ്ട് സംസാരിക്കാറൊന്നുമില്ല, പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ വല്ലാണ്ട് മിണ്ടലും പറയലൊന്നുമില്ല. കാരണം ഇപ്പോൾ എൻ്റെ നാട്ടിലൊക്കെ മലബാർ ഞങ്ങൾ ആ ഒരു ഏരിയയിൽ അധികം ഗൾഫിൽ പോകുന്ന വാപ്പമാരാണ്. അവർ കൊല്ലത്തിൽ ഒരു 2 മാസമൊക്കെ നാട്ടിൽ ലീവിലെടുത്ത് വരുള്ളൂ. ഇപ്പോൾ എൻ്റെ വാപ്പൊക്കെ അങ്ങനെയായിരുന്നു. അപ്പോൾ നമ്മൾ വാപ്പാരായിട്ട് കൂടുതൽ ഇൻട്രാക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല, കൂടുതൽ ഉമ്മാരായിട്ട് ഇൻട്രാക്ഷൻസ് ഉണ്ടാവുക. ഇപ്പോൾ ഞാനാണെങ്കിൽ സ്കൂളിലേക്ക് പോകണ എന്തെങ്കിലും കാര്യത്തിനോ അല്ലെങ്കിൽ ടൂർ പോകുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ പിന്നെ ഈവൻ എന്തെങ്കിലുമൊക്കെ ഒരു പൈസ ഒക്കെ ചോദിക്കാണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ഡയറക്റ്റ് ഉമ്മയോടെ കാര്യങ്ങൾ സൂചിപ്പിക്കുക. എന്നിട്ട് ഉമ്മ ഒരു മീഡിയേറ്ററായിട്ട് ഉപ്പയോട് കാര്യങ്ങൾ പറയും. അങ്ങനെയാണ് പൊതുവെ ഉണ്ടാവാറ്. അതുകൊണ്ട് ഉപ്പനോട് നമ്മൾ ഡയറക്റ്റ് കണക്ഷൻ ഒന്നും വരില്ല. പക്ഷേ എന്നിട്ട് ഉപ്പനോട് സ്നേഹം ഇല്ലാതൊന്നുമില്ല, അങ്ങനെയല്ല, ഉപ്പനോട് നല്ല സ്നേഹമൊക്കെ ഉണ്ടാവും. പക്ഷേ അത് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിയില്ല, ഉപ്പ തിരിച്ചു എക്സ്പ്രസ് ചെയ്യില്ല. പൊതുവെ എല്ലാ ഉപ്പമാരും അങ്ങനെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇവർ കെട്ടിപ്പിടിക്കലോ ഉമ്മ വെക്കലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സന്തോഷ സൂചകമായിട്ട് അങ്ങനെ ഒന്നും പറയില്ല. ഒരു ഹോ എന്നുള്ള രീതിയിൽ ഒരു ഗൗരവപരമായിട്ട് അവർ സ്റ്റാൻഡ് ചെയ്തിട്ട് നിൽക്കുള്ളൂ. അതുകൊണ്ട് തന്നെ അവരെപ്പോഴും ആ രീതിയിൽ നമ്മൾ അവരെയും നോക്കിക്കാണുക, അവർ നമ്മളെ അങ്ങനെ നോക്കിക്കാണുക. ഞാൻ വീണ്ടും പറയുന്നു, അതിനർത്ഥം സ്നേഹമില്ല എന്നൊന്നുമില്ല കേട്ടോ. എൻ്റെ വീട്ടിലൊക്കെ ഇങ്ങനെ തന്നെയാണ്. ഞാൻ എൻ്റെ വാപ്പയൊക്കെ ഈ ഒരു രീതിയിലായിരുന്നു കുറേ കാലം ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്കത് കറക്റ്റ് റിലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഒരുപാട് വിദ്യാർത്ഥികളുണ്ടാവും. അപ്പോൾ ഇവൻ അതാണ് പറഞ്ഞത്. കാരണം ഇവൻ്റെ ജീവിതത്തിൽ ഇവൻ ഇന്നേ വരെ വാപ്പ അവനെ കെട്ടിപ്പിടിച്ചതായിട്ട് അവനക്ക് ഓർമ്മയില്ല. ഒരു പക്ഷേ ചെറിയ കുട്ടിയൊക്കെ ആയപ്പോൾ വാപ്പ അവനെ കെട്ടിപ്പിടിച്ചിട്ടുണ്ടാവും, പക്ഷെ അതൊന്നും നമ്മൾ പുറത്തെടുക്കില്ലല്ലോ. പക്ഷെ അവൻ്റെ ഓർമ്മയിൽ ആദ്യമായിട്ട് അവൻ്റെ വാപ്പ അവനെ കെട്ടിപ്പിടിച്ചത് അന്നേ ദിവസമായിരുന്നു, SSLC റിസൾട്ട് വന്ന ദിവസം. റിസൾട്ട് വന്ന് അന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, അവൻ്റെ വീട്ടിൻ്റെ തൊട്ടപ്പുറത്തൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അപ്പോൾ ആളുകളുടെ കൂട്ടത്തിൽ വന്നിട്ട് വാപ്പ പറയുകയാണ്, എൻ്റെ മോന് ഫുൾ A+, എൻ്റെ മോന് ഫുൾ A+ എന്നൊക്കെ പറഞ്ഞിട്ട് വാപ്പ വളരെ സന്തോഷത്തോടു കൂടി ഇവനെ കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോൾ അവനക്കത് ഭയങ്കര സന്തോഷമായി. കാരണം നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത ഓരോ കാര്യങ്ങളായിരിക്കും പെട്ടെന്ന് എന്ത് ചെയ്യുക, നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാകും. ഇപ്പോൾ എൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എൻ്റെ നാട്ടിൽ ഞങ്ങൾ വേൾഡ് കപ്പൊക്കെ നടക്കുമ്പോൾ നാട്ടിൽ ഒരുപാട് കട്ടൗട്ടുകളും ഫ്ലക്സൊക്കെ വരും. അർജൻറ്റീനൻ്റെയും ബ്രസീലിൻ്റെയും അതുപോലെ തന്നെ പോർച്ചുഗലിൻ്റെ ഒക്കെ കട്ടൗട്ട് വരും. അപ്പോൾ മെസ്സിൻ്റെയും നെയ്മറിൻ്റെയും കുറേ ഫ്ലക്സൊക്കെ വരലുണ്ട്. അപ്പോൾ എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു ഇതേപോലെ നാട്ടിലൊരു ഫ്ലക്സിൽ വരണം എന്നുള്ളത്. അങ്ങനെ ഞാനും 10ാം ക്ലാസ് പഠിച്ചപ്പോൾ ആദ്യമായിട്ട് ഫ്ലക്സിൽ വന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അന്ന് എനിക്കും ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഓരോരുത്തരുടെ ജീവിതത്തിലും വളരെ സന്തോഷകരമായിട്ടുള്ള ചെറിയ ഇങ്ങനെയുള്ള ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ടാവും. ഇത്തരത്തിലുള്ള എലമെൻറ്റ്സുകളൊക്കെ സാറ്റിസ്ഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇത്തരത്തിലുള്ള സന്തോഷങ്ങളൊക്കെ നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ഉപ്പാൻ്റെ അടുത്ത് നിന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു കെട്ടിപ്പിടിക്കലും അതുപോലെ ഒരു വാരിപ്പിണരലൊക്കെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ നമ്മൾ നല്ല മുഹൂർത്തങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കണം. അത്തരത്തിലുള്ള ഓരോ നല്ല മുഹൂർത്തങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഓരോരുത്തരും എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, ജീവിതത്തിൽ നിരന്തരം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ആദ്യ പടി അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റെപ്പാണ് എന്ത്, SSLC എന്ന് പറയുന്ന ഈ ഒരു കാലഘട്ടം. നിങ്ങൾക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന വളരെ ഒരു സംഭവമാണെന്ത്, നിങ്ങൾക്ക് നല്ലോണം പഠിച്ചിട്ട് നല്ല മാർക്ക് വാങ്ങിച്ചിട്ട് നിങ്ങളുടെ പേരൻസിനെ സന്തോഷപ്പെടുത്തുക എന്നുള്ളത്. കാരണം അവർ നിങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത് നിങ്ങളുടെ വിജയങ്ങളും നിങ്ങളുടെ സന്തോഷങ്ങളും നിങ്ങളുടെ ഓരോ നേട്ടങ്ങളാണ്. അല്ലാതെ ഇപ്പോൾ നിങ്ങൾ കുറേ പഠിച്ച് പിന്നീട് അവരെ നോക്കുമെന്നൊന്നും അവർക്ക് ഉറപ്പില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് അങ്ങനെയല്ല. അതായത് ഇപ്പോൾ നിങ്ങളൊക്കെ പഠിച്ച്
നിങ്ങളൊന്ന് എസ്റ്റാബ്ലിഷ്ഡ് ആകുമ്പോഴത്തേന് നിങ്ങൾക്കൊരു 10-25 വയസ്സാവും. അപ്പോഴേക്കും ചിലപ്പോൾ അവരുടെ കാലം കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അവർ അതൊന്നും കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്തിട്ടല്ല നിങ്ങൾ എത്രത്തോളം നോക്കി വളർത്തി നിങ്ങൾ എത്രത്തോളം എന്ത് ചെയ്തിട്ടുണ്ട് സന്തോഷകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതായത് അവർ നമ്മുടെ മക്കൾ, എൻ്റെ മകൻ, എൻ്റെ മകൾ എന്ത് ചെയ്യണം, ഉഷാറായിട്ട് പഠിക്കണം, ഒരുപാട് നേട്ടങ്ങൾ കൊയ്യണം എന്നുള്ള ആ ഒരു സാധനം അവരുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടാകും. അതിൻ്റെ പുറത്താണ് നിങ്ങൾ എത്രത്തോളം നല്ല സന്തോഷത്തോടു കൂടി അവർ നോക്കി വളർത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കൂറ് നമ്മൾ എപ്പോഴും അവരോട് തിരിച്ച് കാണിക്കണം. നിങ്ങൾക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നല്ല രീതിയിൽ പഠിക്കുക, നല്ല ഉഷാറായിട്ട് മാർക്ക് വാങ്ങിക്കുക, ഇത്തരത്തിലുള്ള ഓരോ മുഹൂർത്തങ്ങളും ഇത്തരത്തിലുള്ള ഓരോ സന്തോഷകരമായിട്ടുള്ള എലമെൻസുകളൊക്കെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. സോ എൻ്റെ മക്കളോട് എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ നല്ല ഉഷാറായിട്ട് പഠിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ചെയ്യാൻ പറ്റിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഉഷാറായിട്ട് പഠിക്കുക, നല്ല മാർക്ക് വാങ്ങിക്കുക, നല്ല റിസൾട്ട് കാണിച്ചു കൊടുക്കുക, പേരൻസിനെ സന്തോഷപ്പെടുത്തുക. കാരണം അത് ജീവിതത്തിൽ നിന്ന് ഇപ്പോൾ കിട്ടുന്നൊരു സാധനമാണ്. കുറേ കാലം കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ വിചാരിക്കുകയാണ് നല്ലോണം പഠിക്കാം, നല്ല ഉഷാറായിട്ട് മാർക്ക് വാങ്ങിക്കാം, അപ്പോൾ ചിലപ്പോൾ നിങ്ങളൊരു അച്ഛനൊക്കെ ആയിട്ടുണ്ടാവും, അപ്പോൾ നിങ്ങൾക്ക് ഈ ഫീല് കിട്ടൂല. അപ്പോൾ ഇപ്പോഴേ നിങ്ങൾക്ക് ആ ഫീല് കിട്ടുള്ളൂ. നിങ്ങൾ നല്ല മാർക്ക് വാങ്ങിച്ചിട്ട് അതിൻ്റെ ആ പേപ്പറിൻ്റെ ആ റിസൾട്ട് നിങ്ങളുടെ അമ്മക്കും നിങ്ങളുടെ ഉപ്പക്കും ഉമ്മക്കും അച്ഛനൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ അവരെ മുഖത്തൊരു സന്തോഷം ഉണ്ടാവും. ചില വാപ്പാരത് ചിലപ്പോൾ എക്സ്പ്രസ് ചെയ്യുന്നില്ല, പിന്നെ വാപ്പൊന്നും എക്സ്പ്രസ് ചെയ്യൂല. അങ്ങനെ ചില വാപ്പാരുണ്ടാവും. എന്ന് എഴുതിയിട്ട് അവർക്ക് സന്തോഷമില്ല എന്നല്ല, അവർക്ക് നല്ല സന്തോഷം ഉണ്ടാവും. അത് മേ ബി അവർ എക്സ്പ്രസ് ചെയ്യാത്തത് കൊണ്ടായിരിക്കാം, പക്ഷെ അവർക്ക് നല്ല സന്തോഷം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുക നമ്മൾക്ക് ചെയ്തെടുക്കാൻ പറ്റും അവർക്ക്. അപ്പോൾ നിങ്ങൾ ഉഷാറായിട്ട് പഠിക്കുക, നല്ല ഉഷാറായിട്ട് നല്ല മികച്ച രീതിയിൽ മുന്നോട്ട് പോവുക. സൈലം എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങൾക്കിപ്പോൾ ഉഷാറായിട്ട് പഠിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മികച്ച പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് അത് സൈലമാണ്. സൈലത്തിൽ നമ്മളെ റെക്കോർഡഡ് ക്ലാസ്സുകളും ആപ്പ് ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സുകളൊക്കെ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഒത്തിരി നല്ല മാർക്കുകൾ സ്കോർ ചെയ്യാൻ പറ്റും. ഫുൾ എ പ്ലസ് തന്നെ വാങ്ങിക്കാൻ പറ്റും. ഫുൾ എ പ്ലസിൽ കുറഞ്ഞൊന്നും നിങ്ങൾ ചിന്തിക്കേ വേണ്ട. കാരണം ഫുൾ എ പ്ലസ് ഒക്കെ സിമ്പിളാണ്, നിങ്ങളെ കൊണ്ട് പറ്റും, നിങ്ങളെ കൊണ്ടേ പറ്റൂ, നിസ്സാരമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഫുൾ എ പ്ലസ് ഒക്കെ നേടിയെടുക്കുക, ഉഷാറായിട്ട് പഠിക്കുക. പിന്നെ ഫുൾ എ പ്ലസ് വാങ്ങും എന്ന് കോൺഫിഡൻസ് ഉള്ള, ആഗ്രഹമുള്ള, താല്പര്യമുള്ള വിദ്യാർത്ഥികൾ താഴെ തങ്ങളുടെ പേര് വെച്ച് ഫുൾ എ പ്ലസ് എന്ന് കമൻറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഈ വീഡിയോക്ക് വൈൻഡപ്പ് കൊടുക്കുക. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ജസ്റ്റ് ഫാസിൽ അറക്കൽ ഫുൾ എ പ്ലസ്, പ്രിട്ടി മിസ് ഫുൾ എ പ്ലസ്, ഫൂഫു സാർ ഫുൾ എ പ്ലസ് എന്നതുപോലെ നിങ്ങൾ നിങ്ങളുടെ പേര് വെച്ചിട്ട് ഫുൾ എ പ്ലസ് എന്ന് താഴെ കമൻറ്റ് ചെയ്യുക. സോ സി യു സൂൺ, ഗുഡ് ബൈ, ഓക്കെ.